പെട്ടെന്ന് ആ ക്ലയന്റിനോട് നിങ്ങൾക്ക് അതറിയില്ല ഇതറിയില്ല, നിങ്ങൾ ചിന്തിക്കുന്നത് ഹേർഡ് മെന്റാലിറ്റിയാണ്, മറ്റേ മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. സാർ എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ പറയും, അന്ന് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഉള്ളായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. മണിക്കൂറുകളോ പെയ്യാണ്. രണ്ടാമത്തെ എന്ത് ചെയ്ത് വെച്ചാല് ഇത് വന്നല്ലോ ഓടി. ഇപ്പൊ ചില ആൾക്കാരല്ലേ, ഞാൻ അപ്പോഴേ വിചാരിച്ചിരിക്കണ യുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പൊട്ടുന്നു. സാബിർ ഖാൻ, എന്താണ് ഈ ബിഹേവിയറൽ ഫൈനാൻസ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഈ ബിഹേവിയറൽ ഫൈനാൻസ് എന്നുള്ളത് ഏത് ആൾക്കും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഏതൊരാളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സയൻസാണ് ഈ ബിഹേവിയറൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ബിഹേവിയർ ആൻഡ് ഫൈനാൻസ്, എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ മണി ആൻഡ് സൈക്കോളജി. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെയും നമ്മുടെ മനഃശാസ്ത്രം, അല്ലെങ്കിൽ നമ്മുടെ വൈകാരികത, അതല്ലെങ്കിൽ നമ്മുടെ പക്ഷപാതങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഒരു 50 വർഷം മുമ്പ് തന്നെ രണ്ടാളുകൾ, ഡാനിയൽ കാൻമാനും ആമസ് വെർസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ജൂയിഷ് അമേരിക്കൻസ്, അതിലൊരാൾ നോബൽ പ്രൈസ് വിന്നറും കൂടിയാണ്, ഇതിനെക്കുറിച്ചിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ വേറൊരു രസകരമായ ഒരു ബുക്കും ഇതിൽ വന്നിട്ടുണ്ട്, വൈ സ്മാർട്ട് പീപ്പിൾ മേക്ക് ബാഡ് ഡിസിഷൻസ്. അപ്പം അത്രയധികം നമ്മുടെ ഈ മനഃശാസ്ത്രവും മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വൈകാരികതയും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. സാബിർ ഖാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ട സമയത്ത് നമ്മളെ ഇമോഷൻ വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്? പറഞ്ഞുതരാം. അതായത് നമ്മൾ അധികം ഒരു ബയസ്ഡ് രീതിയിലായിരിക്കും നമ്മളെ ചിന്താഗതി ഉണ്ടാവുക. അതായത് നമ്മൾ എന്താണോ പഠിച്ചത്, മനസ്സിലാക്കിയത്, അതിലേക്ക് വേഗം നമ്മൾ ഡിസിഷന് അതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കുക. അപ്പൊ ഇതിൽ തന്നെ 2 മെയിൻ ബയസ് ഉണ്ടായിരുന്നു. ഒന്നിന് പറയാ നമ്മൾ കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയും, മറ്റേതിൽ ഇമോഷണൽ ബയസ് എന്ന് പറയും. പേര് കേട്ടിട്ടൊന്നും ഞെട്ടണ്ട. ഈ കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇൻഫർമേഷൻ ഉണ്ട്, ഓക്കെ, എന്നിട്ടും നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ തകരാറുകൾ പറ്റുന്നുണ്ട്. ഇമോഷണൽ ബയസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻഫർമേഷനേ ഇല്ല, നമ്മൾ ഇൻഫർമേഷൻ ഇല്ലാതെ ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പറയാം കോഗ്നിറ്റീവ് ബയസ് നമ്മളെ തലച്ചോറിലാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് അതിൽ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇമോഷണൽ ബയസ് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവുക. അപ്പം അതിൽ തന്നെ പഠിച്ച ഇതിൻ്റെ എക്സ്പേർട്സ് പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ കുറച്ച് ആട്രിബ്യൂട്ട്സ് പറഞ്ഞുതരാം. ഒന്ന്, ഏറ്റവും അത് ഞാനിപ്പോൾ പറയുമ്പം തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, അത് എപ്പോഴും കേൾക്കുന്നത്. ഒന്നൊരു ആങ്കറിങ് ബയസ് എന്ന് പറയും. ആങ്കറിങ് ബയസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി, അല്ലെങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങി എന്ന് വിചാരിക്കാം. ഒരു 10 കൊല്ലം മുന്നേ ഒരു ഫ്ലാറ്റ് വാങ്ങി, ഞാനൊരു 50 ലക്ഷത്തിന്. എന്നിട്ട് ഞാനത് 2025 ഇപ്പം വിൽക്കാൻ നോക്കുകയാണ്. വിൽക്കാൻ നോക്കുമ്പോൾ ആളുകൾ പറയുന്നത് 40 ലക്ഷം ഉള്ളൂ എന്നറിയാം. അപ്പം ഞാൻ പറയില്ല, ഞാൻ അത് 50 കുറച്ച് കൊടുക്കുകയില്ല, ഞാൻ 50 വാങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങി ഒരു 100 റുപ്യൻ്റെ, ആ സ്റ്റോക്ക് 80 രൂപയായി. അപ്പോൾ നിങ്ങൾ പറയില്ല, ഞാൻ കൊടുക്കൂല, അത് 100 തിരിച്ചെത്തിയാലേ ഞാൻ കൊടുക്കുകയുള്ളൂ. അത് 100 വരെ വെയിറ്റ് ചെയ്യൽ ചിലപ്പം വലിയൊരു വിഡിത്തായിരിക്കും, കാരണം അത് 80-ന്ന് 70 ആവും, അത് 60 ആവും. അതുപോലെ തന്നെ ഇയാൾ വിൽക്കാണ്ട് വെക്കുന്ന ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, 50 ലക്ഷത്തിൻ്റെ 40-ന് അയാൾ വിറ്റില്ല, പിന്നെ അയാൾ വെയിറ്റ് ചെയ്ത് അയാളെ പ്രോപ്പർട്ടി പഴയതാവുകയാണ്. അതേ സ്ഥാനത്ത് അതേ സിറ്റിയിൽ തന്നെ പുതിയ പുതിയ നെയ്ബർഹുഡ് വന്ന് പുതിയ അമ്യൂണിറ്റീസ് ഉള്ള വന്നും ആളുകളൊക്കെ അങ്ങോട്ട് പോവാണ്, ഡെവലപ്മെന്റ് വരുമ്പോൾ ആളുകൾ മാറും. ഇതാണ് ആങ്കറിങ് ബയസ് ഈ കിട്ടുന്നില്ലേ. ഇനി അടുത്ത വേറൊരു ഫോർമാറ്റ്, ഇതെല്ലാം തന്നെ നമ്മൾ ദിവസം കണ്ടുവരുന്ന ആളുകളിൽ ഉണ്ടാവുന്നതാണ്. വേറൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ബയസ് എന്ന് പറയും. കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത് അയാൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. ഇന്ന് മാർക്കറ്റ് പൊന്താൻ പോവാണ്, അല്ലെങ്കിൽ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. തീരെ കണക്ക് കൂട്ടാണ്ടല്ല, കുറച്ച് കണക്ക് കൂട്ടിയിട്ടുണ്ടാവും, എന്നാലിട്ട് അയാളെ മനസ്സിൻ്റെ പുറത്തേക്ക് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു എക്സ്പെർട്ടിനോട് ചോദിച്ചിട്ടോ ഒരു അനലിസ്റ്റിനോട് ചോദിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഒരു കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. ഉള്ള ചെറിയ ഇൻഫർമേഷനിൽ അവനാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് നടക്കും എന്നുള്ളത് വിശ്വസിക്കുക. ഇതാണ് നമ്മൾ കൺഫർമേഷൻ. ഇങ്ങനെയല്ലേ ഇതുപോലുള്ള ആളുകൾ നമ്മൾ
കാണുന്നുള്ളത്. അതെ. പിന്നുള്ളത് റീസൻസി ബയസ് എന്ന് പറയും. ഈ റീസൻസി ബയസ് എന്നുള്ളത് ഇനിയിപ്പോൾ യുദ്ധം നടക്കുകയാണ്, മാർക്കറ്റ് എല്ലാം പൊട്ടാൻ പോവാണ്, ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ഓയിൽ കുതിച്ചു കയറും. അതെന്താ പറഞ്ഞാൽ അയാൾ അപ്പം എന്താണോ കണ്ടത്, അല്ലെങ്കിൽ അപ്പം ഉള്ള ആൾ ഫ്രണ്ട്സ് സർക്കിൾ, അല്ലെങ്കിൽ തലേന്ന് ഫ്രണ്ട്സിനോട് വർത്താനം പറഞ്ഞിരിക്കുമ്പം എന്താണോ കേൾക്കുന്നത് അതിനയാൾ ഒരു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം നമ്മളെ കോഗ്നിറ്റീവ് ബയസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇൻഫർമേഷൻ തീരെ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ വേണ്ട ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം വേണ്ട ഇൻഫർമേഷൻ അയാൾക്ക് ഇല്ലാത്തതുകൊണ്ട് അയാൾ റീസൺ എന്താണോ അവൈലബിൾ, മനോരമയുടെ സമ്പാദ്യം എടുത്ത് വായിച്ച്, മറ്റെടുത്ത് വായിച്ച്, ഇത് വായിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഒരു ഡിസിഷനിൽ എത്തിച്ചേരാനുള്ള ഒരു ഇൻഫർമേഷൻ ആളുടെ കയ്യിൽ ഉണ്ടാവില്ല, ആളെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടുകയാണ്, ഉള്ളത് വെച്ച് ചെയ്യാണ്. പിന്നെ നമ്മളെല്ലാവരും കാണുന്ന ഹേർഡ് മെന്റാലിറ്റി. കുറച്ച് 10 സെന്റ് ഗൾഫിൽ നിന്ന് വന്ന് 10 സെന്റ് സ്ഥലം വാങ്ങി, ഞാനും നാട്ടിൽ പോകാൻ 10 സെന്റ് സ്ഥലം വാങ്ങും. അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടിനാ അത് വാങ്ങുന്നത്? അല്ലെങ്കിൽ ഓന് ഭാര്യക്ക് ഒരു 10 പവൻ ഗോൾഡ് കൊണ്ടുപോയിട്ടുണ്ട്, ഓക്കെ, ഞാനും എന്നാലും ഒരു 10 പവൻ്റെ ഒരു ബാറ് ഞാനും കൊണ്ടുപോകും. ഇത് ഹേർഡ് മെന്റാലിറ്റിയാണ്. അതാണ് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നത്. അത് നമ്മൾ വാഹനങ്ങൾ വാങ്ങുന്നതിലും, നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നതിലും, നമ്മൾ ഓഫീസ് ഉണ്ടാക്കുന്നതിലും, വീട് വെക്കുന്നതിലും എല്ലാം തന്നെ നമുക്ക് ഈ ഹേർഡ് മെന്റാലിറ്റി കാണാം, വ്യക്തികളിൽ കാണാം. പിന്നെ ഇതിൽ കുറേ പിന്നുള്ള ഒരു ഹൈൻസൈറ്റ് എന്ന് പറയും. ഇപ്പൊ ചില ആൾക്കാരല്ലേ, ഞാൻ അപ്പോഴേ വിചാരിച്ചിരിക്കണം യുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പൊട്ടുന്നു, ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇറാനെ അങ്ങനെ തോപ്പിക്കാനൊന്നും കയ്യിൽ അമേരിക്കക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പറയും അന്ന് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഉള്ളായിരുന്നു. ഇത് ഒരു ഹൈൻസൈറ്റ് ഇല്ല, അത് ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു കണക്കൂട്ടൽ വരികയാണ്. അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഇതുള്ളത് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, സ്പെഷ്യലി സ്റ്റോക്കിന്റെ കേസിലാണ്. അന്ന് ഈ സ്റ്റോക്ക് ഇന്ന വിലക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്ര ഉണ്ടാവുമായിരുന്നു എന്നുള്ള ഒരു കാൽക്കുലേഷൻ. അന്നാളത് വാങ്ങിച്ചിട്ടില്ല, നമ്മൾ കയ്യിലില്ലാത്ത സാധനത്തിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ഫോർച്യൂൺ എന്താണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത്, അത് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിൽ എഗെയിൻ പക്ഷപാതം എന്നുള്ള നമ്മളെ മൈൻഡിലുള്ള കോഗ്നിറ്റീവ് ബയസ്, ഇതെല്ലാം ഇൻഫർമേഷൻ പൂർണ്ണമല്ല. നമ്മളെ പക്ഷപാതത്തിന്റെ പുറത്തേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കാനും തയ്യാറില്ല, എന്നിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതാണ് ഈ ആങ്കറിങ് ബയസ് ആയിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ ബയസും ഞാൻ പറഞ്ഞ ഈ ഹൈൻസൈറ്റും ഹേർഡ് മെന്റാലിറ്റിയും ഒക്കെ അതാണ്. രണ്ടാമത്തതാണ് നമ്മളെ ഇമോഷണൽ ബയസ്. നമ്മളിപ്പോൾ ഇന്റർചേഞ്ചബിൾ ഇമോഷണലും ഇതും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. ഇമോഷണൽസ് നമ്മൾ ഹൃദയം കൊണ്ട് എടുക്കുന്നത്, നമ്മൾ ആഗ്രഹം, നമ്മൾ അത്യാഗ്രഹം, നമ്മളെ ഗ്രീഡ്, ഇതെല്ലാം തന്നെ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, കണ്ണും മൂക്കും ഇല്ലാണ്ട്. ഒരാൾ ഒരു 5 ഏക്കർ സ്ഥലം, ഇവിടെ ഭയങ്കര ഡെവലപ്മെൻറ്റ്, ഇവിടെ നാഷണൽ ഹൈവേ വരാൻ പോവാണ്, യാതൊരു ഇൻഫർമേഷനോ പ്രത്യേകിച്ചൊന്നുമില്ല, ഓൻ്റെ ഹൃദയത്തിൽ ഇതിങ്ങനെ വാങ്ങിക്കാളെന്നുള്ളത്. അത് ഒരു പക്ഷേ ഫസ്റ്റത്തെ കോഗ്നിറ്റീവ് ബയസിന് ഒരു റാഷണൽ ഉണ്ട് കുറച്ചെങ്കിലും, അതായത് ഇത്ര നമ്പേഴ്സ്, മറ്റേത് പ്യൂർലി ഇറാഷണലാണ്. വെറും വികാരങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇത് രണ്ടും തന്നെ, ഈ 2 ബയസും തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എപ്പോഴും എടുക്കുമ്പോൾ. നിങ്ങളിപ്പം പറഞ്ഞ പല രീതിയിലും ബയസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരുപാട് പേര് ഇപ്പം തന്നെ ഞങ്ങൾ പറയുമ്പം തന്നെ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലൂടെ ഓടി പോകുന്നുണ്ട്. ഞാൻ പലരെയും കണ്ടത് എൻ്റെ കുടുംബത്തിലും അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിലും, ഈവൻ നമ്മൾ പോലും പല സമയങ്ങളിൽ ബയസ്ഡ് ആയിട്ട് പല ഡിസിഷൻസ് എടുത്തു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു അപ്രോച്ച് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ? ഇതൊന്നും നമ്മളെ ബാധിക്കാതെ ഏത് രീതിയിൽ നമ്മളൊരു അപ്രോച്ച് എടുക്കണം? ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഡാനിയൽ കാൻമാനും ആമോസ് വെർസ്ക്യൂ എഴുതിയ അല്ലെങ്കിൽ അവർ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ ഇതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റുകയില്ല ഒരാൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ബുക്ക് ആഷി കന്തൽവാൾ എന്ന് പറഞ്ഞ ഒരു ലേഡി എഴുതിയ ബുക്ക് വൈ സ്മാർട്ട് പീപ്പിൾ മേക്ക് ബാഡ് ഡിസിഷൻ എന്നുള്ള, അത് ഇത്രയും സ്മാർട്ടായിട്ട് എങ്ങനെയായിട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കൽ ഒരു മനഃശാസ്ത്രം പഠിച്ച് സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമ്മളെപ്പോലുള്ള കമ്പനീസിന് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിന് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറുള്ള ഒരു ക്ലയൻറ്റ്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ 1-2 ക്യാരക്ടർ ഒരു ക്ലയൻറ്റാണ് നമ്മളടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരൊരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി ഉണ്ട്, ഇതാദ്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക.
പെട്ടെന്ന് ആ ക്ലയൻറ്റിനോട് നിങ്ങൾക്ക് അതറിയില്ല ഇതറിയില്ല, നിങ്ങൾ ചിന്തിക്കുന്നത് ഹേർഡ് മെൻറ്റാലിറ്റിയാണ്, മറ്റേ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പം അവർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. പറ്റൂല, ഒരിക്കലും പറ്റൂല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ഒരു ഡിസിഷൻ നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. സാർ എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുക്കുന്നത്, എന്നിട്ട് ആ ഡിസിഷൻ എടുക്കാൻ സഹായിക്കേണ്ട കുറച്ച് പോയിന്റ്സ് അവരോട് പറയാം. ഒരു ഉദാഹരണത്തിന്, അയാളൊരു 100 രൂപയുടെ സ്റ്റോക്ക് അയാളിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഈ സ്റ്റോക്ക് 1998 വാങ്ങിയതാ 100 റുപ്യക്ക്, ഇപ്പോഴും അതിങ്ങനെ ചത്ത് കിടക്കുക 95 തന്നെ. അപ്പോൾ നമുക്ക് അവിടെ ചോദിക്കാം, സാർ എന്ത് ബേസിസിലാണ് നിങ്ങൾ ഈ സ്റ്റോക്കിനെ തന്നെ പിടിച്ചു വെക്കുന്നത്? ആങ്കറിങ് ഇത് ബയസ് എന്തിനാണ് ഇത് പിടിച്ചു വെക്കുന്നത്? അല്ല, ഇത് കയറിപ്പോൾ ഞാൻ തോന്നുന്നു ഞാൻ ഇത്രയും കൊല്ലമായിട്ടും ഞാൻ പിന്നെ 100 റുപ്യക്ക് വാങ്ങിയത് ഇപ്പോൾ 95-ന് വിൽക്കുകയാണോ, ഞാൻ ഇത്രയും കാലം ഹോൾഡ് ചെയ്തില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അയാളോട് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റിനേക്കാളും വലുതാണ് ടൈമിൻ്റെ അതേപോലെ തന്നെ വലുതാണ് വാല്യൂ. ഇതെല്ലാം നോക്കിയിട്ട് വേണം സാറിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ അയാളെ മനസ്സ് തുറപ്പിക്കുന്ന രീതിയിൽ, ഏത് പക്ഷപാതത്തിൽ വരുന്ന ആളുകളെയും മനസ്സ് തുറപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ടേബിളിലേക്ക് ഫാക്ട്സ് വെക്കുക. അതോടുകൂടിയിട്ട് ആ ഫാക്ട്സ് കാണുമ്പോൾ അയാൾ ഒന്നും കൂടി ഒരു റാഷണലൈസ് ചെയ്യാൻ തോന്നും. ശരിയാണല്ലോ, ശരിയാണ്, ഞാൻ അങ്ങനെയാണ് ഈ ഡിസിഷനിലൊരു മാറ്റം വരുത്തുന്നത്. ഇതാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട സൊല്യൂഷൻ. അല്ലാത്ത നിലയ്ക്ക് ഈ ഒരു ഇൻഫ്ലുവൻസ്, അതായത് ബിഹേവിയറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എല്ലാ ഫിനാൻഷ്യൽ ഡിസിഷനിലും കാലാകാലങ്ങളിലായിട്ട് മനുഷ്യരിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പൂർണ്ണമായി മാറ്റാന്ന് പറഞ്ഞാൽ പഴയ തലമുറയിലും പറ്റൂല, പുതിയ തലമുറയിലും പറ്റൂല. സാബിർക്ക, നിങ്ങളിപ്പം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ലൈഫിൽ ഡെയിലി ബേസിൽ നമ്മൾ ഓരോരുത്തരെ കാണുന്നുണ്ട്. ഇതേ ബിഹേവിയറും ഇതേ ബയസ്ഡ് ഡിസിഷൻ മേക്കിങ്ങും എല്ലാം നമ്മൾ ഒരുപാട് ദിവസങ്ങളോളം നമ്മൾ കണ്ട സംഗതിയാണ്. അപ്പോൾ നമ്മളൊരു പബ്ലിക്കിന് നമുക്ക് ഇതിലെങ്ങനെ ഒരു കൺക്ലൂഷൻ കൊടുക്കാം ഈ ബിഹേവിയറൽ ഫൈനാൻസ്? അത് ഒരു സിമ്പിളായിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, നമ്മളെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളെയും, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെയും നമ്മളെ പക്ഷപാതങ്ങളെയും പൂർണ്ണമായിട്ട് നമുക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതെ. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു റീസണബിൾ അപ്രോച്ച് എടുക്കാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിനുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അത് സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ, അത് ലാൻഡിലാവട്ടെ, ഗോൾഡിലാവട്ടെ, എന്തിലാവട്ടെ, ഇൻവെസ്റ്റ്മെന്റിലോ, അതിൻ്റെ ഒരു പാരാമീറ്റർ ചെക്ക് ലിസ്റ്റ് അത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കണോ നമ്മൾ നോക്കുക. അതല്ലാണ്ട് നമ്മളുടെ മുന്നിലുള്ള, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ അവബോധ മനസ്സ് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഡിസിഷനിലേക്കും കൺക്ലൂഷനിലേക്കും എത്താണ്ടിരിക്കുക. ഇതാണ് അതിന്റെ ബോട്ടം ലൈൻ. സാബിർ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ കഥകൾ പറഞ്ഞു, തമാശക്കാണെങ്കിലും പല ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡും അല്ലാതെ ഒരുപാട് കഥകൾ നിങ്ങൾ പറയലുണ്ടല്ലോ. ഇപ്പൊ ഒന്നുമില്ലേ, പുതിയതായിട്ടൊന്നും കേൾക്കുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ കുറച്ചു മുമ്പ് പറഞ്ഞ സബ്ജക്റ്റിന് കണക്കിലെടുത്തിട്ട് വേണമെങ്കിൽ ഒരു കഥയും കൂടി പറയാം. അതിലേക്കാണ് ഒരു ചെറിയ കഥ ആണ്. അതായത് 3 ആളുകൾ ഒരു വിജനമായ സ്ഥലത്ത് കൂടെ നടന്നു പോയിരുന്നു. പെട്ടെന്ന് ഒരു വലിയ പേമാരി, മഴ, സ്ട്രോങ് മഴ, കൊടുങ്കാറ്റ് ഇതൊക്കെ അടിച്ച് മരങ്ങൾ ഇങ്ങനെ വീഴുന്ന്, വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു, ഒന്നും കാണുന്നില്ല, കൂരാക്കൂരിട്ട്. അപ്പോൾ 3 ആളുകൾ 3 രീതിയിൽ ചിന്തിച്ച്. അതിൽ ഫസ്റ്റത്തെ ആൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഓനിത് ഒന്നും ചെയ്യാണ്ട് ഒരു ഭാഗത്ത് തന്നെ നിന്ന് ഓനിതൊക്കെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. എല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂറോളം പെയ്യാണ്. രണ്ടാമത്തവൻ എന്ത് ചെയ്ത് വെച്ചാൽ, ഇത് വന്നല്ലോ ഓടി എങ്ങോട്ടേയും വെളിച്ചുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്കോ എവിടെയെങ്കിലും എത്തിപ്പെടാന്ന് വിചാരിച്ചിട്ട് ഓടി. അങ്ങനെ ഓടുന്ന സമയത്ത് ഇവന് മരത്തിലൊക്കെ തട്ടി വീണ് പരുക്കൊക്കെ പറ്റി ആകെ, അങ്ങനെ പേമാരി ഒന്നും കാണാത്ത ഓടിയാൽ അങ്ങനെ തന്നെ വരിക. മൂന്നാമത്തവൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇടി വെട്ടുമല്ലോ, നമ്മൾ നാട്ടിൽ പറയുമല്ലോ, ഇടി വെട്ടുമ്പോൾ നമുക്ക് ചെറിയ വെളിച്ചം കാണും. ഈ വെളിച്ചം കാണുന്നതിനനുസരിച്ച് ഓൻ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് മുന്നോട്ട് വെച്ച്, അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ പേമാരി നിന്ന് അങ്ങനെ ആദ്യം ഒരു ഭാഗത്തും പോകാത്തോണ്ടല്ലോ, ഓൻ ചുറ്റും നോക്കുമ്പോണ്ടല്ലോ ഓൻ നിന്ന സ്ഥലം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വെള്ളമാണ്. ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ല, ഓൻ അവിടെ തന്നെ നിൽക്കുക. രണ്ടാമത്തോന് ഏകദേശം പരിക്ക് പറ്റിയിട്ട് ഒരു ICU കണ്ടീഷനിൽ എത്തിക്കും. മൂന്നാമത്തോന് വെളിച്ചം കണ്ട് നടന്നത് ഓന് ഏകദേശം ഒരു കര ഓന് പിടിക്കാൻ പറ്റിയൊരു കോലത്തിലായി. ഇത് അഗൈൻ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെളിച്ചം നോക്കി വെളിച്ചം കാണുന്നതിനനുസരിച്ച്
നമ്മുടെ യാത്ര മുന്നോട്ട് അങ്ങനെ നീക്കിയാൽ നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഇത് എഗെയിൻ നമ്മളെ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലേ, അതെ, ഒരു വെളിച്ചം കണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. വല്ലാണ്ട് സ്പീഡിൽ ഓടിക്കഴിഞ്ഞ് തട്ടിമുട്ടി കണ്ണും മൂക്കും ഇല്ലാണ്ട് പോകുന്നുണ്ട്, ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് പോയാലും ബുദ്ധിമുട്ടാണ്. മെല്ലെ മെല്ലെ വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി. അതാണ് ഒരു ചെറിയൊരു കഥ. ഓക്കെ.